കേരള രാഷ്ട്രീയത്തിൽ നമുക്കറിയാം കെ മുരളീധരൻ എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ഐക്കണിനെ അദ്ദേഹം ഇന്ന് നിൽക്കുന്ന ഒരു പൊളിറ്റിക്കൽ റെലവൻസ് ഉള്ള ഒരു ലീഡറായിട്ട് ഉയർത്തിക്കൊണ്ടുവന്ന മണ്ഡലം അദ്ദേഹത്തിന്റെ 2011 തെരഞ്ഞെടുപ്പിലൂടെ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലമാണ്. എന്നും വട്ടിയൂർക്കാവ് അദ്ദേഹത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അദ്ദേഹം വീണ്ടും വട്ടിയൂർക്കാവിൽ സ്ഥാനാർത്ഥി ആയി എത്തുമ്പോൾ ഞാൻ അടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകർക്കും വട്ടിയൂർക്കാവിലെ അനുഭാവികൾക്കും യാതൊരു രാഷ്ട്രീയവും ഇല്ലാത്ത വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിശ്വസിക്കുന്നു അവരെല്ലാം വളരെ സന്തോഷത്തിലാണ്. കാരണം വട്ടിയൂർക്കാവിലെ ജനങ്ങളുടെ സന്തോഷത്തിലും ദുഃഖത്തിലും ഒരുപോലെ എപ്പോഴും ചേർത്ത് നിർത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ലീഡർ കെ മുരളീധരൻ. ഒന്ന് പെട്ടെന്ന് ഓർത്തെടുക്കുകയാണെങ്കിൽ ഈ നിയോജക മണ്ഡലത്തിൽ തന്നെ അദ്ദേഹം നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ പറയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. മരുതൻകുഴിയിലുള്ള പുതിയ മരുതൻകുഴി കേശവപുരം പാലം, കുലശേഖരം പാലത്തിന്റെ സകലമാന പ്രൊസീജിയറുകളും എല്ലാം നടത്തി അത് പണി ഏതാണ്ട് തുടങ്ങി വെച്ചിട്ടാണ് അദ്ദേഹം ഇവിടെ നിന്ന് മറ്റൊരു രാഷ്ട്രീയ ദൗത്യവുമായി അദ്ദേഹത്തെ പാർട്ടി ഏൽപ്പിച്ച ദൗത്യവുമായിട്ട് അദ്ദേഹം പോകുന്നത്. അതുപോലെ തന്നെ നെട്ടയത്ത് സ്ഥിതി ചെയ്യുന്ന സ്വാതന്ത്ര്യ സമര സ്മൃതി മണ്ഡപം, അതുപോലെ ഷൂട്ടിംഗ് കേന്ദ്രം, നെട്ടയത്ത് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ഷൂട്ടിംഗ് കേന്ദ്രം അടക്കം എത്രയോ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് പറയാം. ഇപ്പം നമ്മുടെ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ തന്നെ ഒരു മെഡിക്കൽ കോളേജ് ഗ്രേഡിലേക്ക് അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ടാണ് അദ്ദേഹം സത്യത്തിൽ മറ്റൊരു ദൗത്യവുമായി ഇവിടുന്ന് പോകുന്നത്. ഇപ്പൊ വികസനം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വികസനത്തിന് ആദ്യ വാക്ക് വട്ടിയൂർക്കാവിനെ സംബന്ധിച്ചിടത്തോളം മുരളീധരൻ ആണെന്നാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത്. നിങ്ങളിൽ പലരും ഓർക്കുന്നുണ്ടാവും ഈ നമ്മുടെ പ്രളയകാലത്ത്, അതായത് 2018 അതിനു മുമ്പ് വളരെ മുമ്പ് നടന്നിട്ടുള്ള ഒരു പ്രളയ സമാനമായ ഒരു സാഹചര്യം തിരുവനന്തപുരത്ത് ഉണ്ടായപ്പോ വട്ടിയൂർക്കാവിന്റെ ഒരു പ്രദേശം, മരുതൻകുഴിയുടെ ഒരു പ്രദേശം വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ ജനങ്ങൾക്കൊപ്പം ഇറങ്ങി നിന്ന് അവിടെ രക്ഷാപ്രവർത്തനം നടത്തുകയും അതിനുശേഷം തൊട്ടടുത്ത ഇമ്മീഡിയറ്റ് ആയിട്ട് എടുത്തിട്ടുള്ള സ്റ്റെപ്പ് അവിടെ കൃത്യമായി കോൺക്രീറ്റ് ബണ്ട് സ്ഥാപിക്കുക എന്നുള്ളതാണ്. അത് അദ്ദേഹം വിജയകരമായി പൂർത്തീകരിക്കുകയും ചെയ്തൊരു വ്യക്തിയാണ്. അപ്പോൾ പ്രതിസന്ധിയിലാകുന്ന മനുഷ്യരെ അവർക്കൊപ്പം നിന്ന് അവരുടെ മനസ്സറിഞ്ഞ് വേണ്ട പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ജനകീയ MLA, ജനകീയ